ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഡ്വാൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന സെക്ഷൻ നമുക്കൊന്ന് നോക്കിയാലോ. ഫൊറൻസിക് അക്കൗണ്ടിങ്, ഇതിനു മുമ്പിലത്തെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് നോക്കിയിരുന്നു. എല്ലാവരും അത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഈ ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നതും ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫൊറൻസിക് അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈൽ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഫൊറൻസിക് എന്നുള്ള പേര് തന്നെ നമുക്കറിയാലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ആണത്. എന്താണ്, കോർട്ട് ഓഫ് ലോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എവിഡൻസുകളോട് കളക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലീഗൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫൊറൻസിക് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, അത് ഓർഗനൈസേഷൻസോ ഇൻഡിവിജ്വൽസോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുക, അതിനെ തടയിടുക. ഇതൊക്കെയാണ് ഈ ഫൊറൻസിക് അക്കൗണ്ടിങ് കൊണ്ട് നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളിൽ ഓർഗനൈസേഷൻസിൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഓർഗനൈസേഷൻസും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഫ്രോഡുലൻ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് നമുക്കറിയണം, എന്നാലല്ലേ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഡാറ്റാസ് മിസ്ലീഡിങ് ഡാറ്റാസ് ആവാം, അല്ലെങ്കിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സുകളാവാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, വളരെയധികം മിസ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. ആരെയും മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഷെയർ പ്രൈസ് ഷോർട്ട് ടേം പീരീഡിൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒക്കെയാണ് എങ്കിൽ, പക്ഷേ ഭാവിയിൽ ആ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് വരാം. ലോങ് ടേം പീരീഡിൽ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കണമെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെയുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക്ക് നമ്മൾ കണ്ടുപിടിക്കണം എന്നായി. ഓക്കെ, ഈ സിറ്റുവേഷൻസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അങ്ങനെ ഉണ്ടായതാണ്, ഒരു അക്കൗണ്ടിങ് സ്റ്റൈലാണ് ഈ ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൊറൻസിക് അക്കൗണ്ടിങ്ങിന് ഒരു പുതിയ അക്കൗണ്ടിങ് എന്ന് പറയാം. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഡിറ്റക്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റൈലാണ് ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് സിംഗിൾട്ടൺ ആൻഡ് സിംഗിൾട്ടൺ 2010 ഡിഫൈൻ ചെയ്യുന്നിട്ടുണ്ട്. എന്താണ് ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് അത് നമുക്കൊന്ന് നോക്കിയാലോ. ഫൊറൻസിക് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് fraud investigation, detection and prevention of fraud and analyzing anti-fraud controls after gathering non-financial information. കണ്ടോ, നോൺ-ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് ആൻറ്റി ഫ്രോഡ് കൺട്രോൾസ് അവിടെ എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യും. അതുമാത്രമല്ല എന്തൊക്കെ ചെയ്യണോ, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണോ, ഫ്രോഡിനെ ഡിറ്റക്ട് ചെയ്യണോ, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, ഈ 3 കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനു പുറമെ അനലൈസിങ് ആൻറ്റി ഫ്രോഡ് കൺട്രോൾ, അതിന് പുറമെ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ആക്ടിവിറ്റികളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഫൊറൻസിക് അക്കൗണ്ടിങ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ആയാലോ. ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഫ്രോഡിൻ്റെ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ പ്രിവെൻഷൻ, അതുപോലെ അനലൈസിങ് ആൻറ്റി ഫ്രോഡ് കൺട്രോൾസ്. മനസ്സിലായോ? അതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ഫൊറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഫൊറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ ആൻഡ് സ്പെസിഫിക് സ്കിൽ ആൻഡ് നോളജ് വേണ്ട ഒരു അക്കൗണ്ടിങ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അഥവാ ഇൻവെസ്റ്റിഗേറ്റീവ് അക്കൗണ്ടിങ് ആണെന്ന് നമുക്കത് പറയാം. കാരണം നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസും ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നോട്ട് ഓതന്റിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസ് നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കണം. അതിനുള്ളൊരു കഴിവ് ആ അക്കൗണ്ടന്റിന് വേണം. അതുകൊണ്ടാണ്
ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്പെസിഫിക് സ്കില്ല് വേണ്ട അക്കൗണ്ടിങ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഫോറൻസിക് അക്കൗണ്ടന്റ് എന്തുമാത്രം പോരാ, അക്കൗണ്ടിങ് മാത്രം അറിഞ്ഞാൽ പോരാ, നന്നായിട്ട് ഓഡിറ്റിംഗ് ചെയ്യാൻ അറിയണം, ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ല് അയാൾക്ക് നന്നായിട്ട് വേണം. എന്നാലേ ലീഗൽ മാറ്റേഴ്സിനെ നന്നായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് അക്കൗണ്ടന്റിന് കഴിയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താ ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്നുള്ള ചെറിയ ധാരണ നമുക്കായി വിചാരിക്കണം. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ്, അതായത് ഫോറൻസിക് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ദ അപ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ സ്കിൽസ് in accounting, the application of special skills in accounting, auditing, finance, quantitative methods, the law and research. ഓക്കെ, അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് വേണം? അപ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ സ്കില്ല് അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലാണ് ആ സ്പെഷ്യൽ സ്കില്ല് നമ്മൾ ഉപയോഗിക്കുന്നത്? അക്കൗണ്ടിങ്ങിൽ, ഓഡിറ്റിംഗ്, ഫിനാൻസ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, ദ ലോ ആൻഡ് ദ റിസർച്ച്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ടു കളക്ട്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ എവിഡൻസ്. കണ്ടോ, നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനുള്ള കഴിവ് വേണം? എവിഡൻസ് കളക്ട് ചെയ്യാൻ. കണ്ടോ, അതുപോലെ തന്നെ അതിനെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യാൻ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, എന്നിട്ട് അത് മാത്രം പോരാ, അതിൻ്റെ ഫൈൻഡിങ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സ്കില്ല് ആർക്ക് വേണം? ഒരു ഫോറൻസിക് അക്കൗണ്ടന്റിന് വേണം. അത് നമ്മളിവിടെ കാണും എന്നാണ് പറയുന്നത്. അത് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ കാണും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് financial skills and an investigative mentality to unresolved issues. കണ്ടോ, നമ്മുടെ അൺറിസോൾവ്ഡ് ഇഷ്യൂസിൽ നമുക്ക് എങ്ങനെയാണ് അതിനോടൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മെൻറ്റാലിറ്റി, ഇങ്ങനൊരു പ്രശ്നം അതെന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മെൻറ്റാലിറ്റി ഇവിടെ നമുക്ക് കാണാം. അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്കിൽ, കണ്ടോ, നമ്മുടെ ആ സ്കില്ല് വളരെയധികം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ ഇങ്ങനൊരു ഫിഗർ വന്നു, ഓക്കെ, അത് എന്താണ് ബാക്കിയുള്ളതിൽ നിന്നൊക്കെ എന്താണ് ഇങ്ങനൊരു വ്യത്യാസം എന്നൊരു ഇൻവെസ്റ്റിഗേറ്റ്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മെൻറ്റാലിറ്റി നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്കില്ലിൻ്റെ അപ്ലിക്കേഷൻ നമുക്കവിടെ കാണാൻ പറ്റും. കണ്ടക്റ്റഡ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റൂൾസ് ഓഫ് എവിഡൻസ്. അതുപോലെ തന്നെ ഇതൊക്കെ ആ റൂൾസ് ഓഫ് എവിഡൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റിഗേറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടിയുള്ള ആ സ്കില്ലിൻ്റെ അപ്ലിക്കേഷൻ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഫോറൻസിക് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് അനലൈസിങ് ആൻറ്റി-ഫ്രോഡ് കൺട്രോൾ ആഫ്റ്റർ ഗാദറിങ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. കണ്ടോ, അതുപോലെ തന്നെ നമ്മളൊന്നും കൂടി ആ ഡെഫിനേഷൻ ഒന്നും കൂടി പറഞ്ഞേക്കാണ്. എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷനാണ്. എന്താണ്? അതുപോലെ ഡിറ്റക്ഷനാണ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡാണ്. അതുപോലെ തന്നെ ആൻറ്റി-ഫ്രോഡ് കൺട്രോൾ, അത് ബാക്കിയുള്ള നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് അതും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ഫീച്ചറായിട്ട് പറയണം. ഓക്കെ, ഇറ്റ് ബ്രിങ്സ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. കണ്ടോ, ഇങ്ങനൊരു പുതിയ ഫോറൻസിക് അക്കൗണ്ടിങ് എന്നുള്ളൊരു ഏരിയ വന്നതോടുകൂടി അത് എന്ത് മാറ്റം വരുത്തി? എന്താണ്? ക്വാളിറ്റി ഓഫ് ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ അത് വളരെയധികം കൂടി എന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട്, ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഓക്കെ ആയോ? ഇനി നമുക്കതിൻ്റെ ബെനഫിറ്റ്സ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് ബെനഫിറ്റ്സ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് നോക്കിയാലോ. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, മിനിമൈസ്ഡ് ലോസസ് ആണ്. നമ്മുടെ ലോസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണതെന്ന് പറയാം. ഒരു സ്ട്രോങ് ഫോറൻസിക് അക്കൗണ്ടിങ് ആണ് നമ്മുടെ ഫേമിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വേ ഓഫ് അക്കൗണ്ടിങ് തന്നെ നമ്മുടെ ടോട്ടൽ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയാണ്. ഒരു ഫോറൻസിക് അക്കൗണ്ടന്റ് എപ്പോഴും കീ റോള് അയാൾ വഹിക്കുന്നത് എക്സാമിനിങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ
കറണ്ട് ഫിനാൻഷ്യൽ പ്രോസസ്സസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അയാൾക്ക് പറ്റണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിലും അയാൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് കൂടിയിരിക്കും. മനസ്സിലായോ ആ സ്ഥാപനത്തിന്റെ? ഇനി തേർഡ് പോയിന്റ് ആയിട്ട് ബെനിഫിറ്റിൽ പറയുന്നുണ്ട് റെഡ്യൂസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക്. അതായത് ഒരു ഫോറൻസിക് അക്കൗണ്ടന്റ് ഇവാലുവേറ്റ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ പാച്ച് വർക്ക് നടത്തിയിട്ടാണ് പോകുന്നത്. അതായത് ഒരു ഗ്യാപ്പും ഇല്ലാതെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഭാവിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇനി അതേപോലെ തന്നെ അവോയ്ഡൻസ് ഓഫ് ലീഗൽ പ്രോബ്ലംസ്. നമുക്കറിയാമല്ലോ, ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നമ്മുടെ ഫേമിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ലീഗൽ പ്രോബ്ലംസ് അത് നമുക്ക് കയ്യോടെ ഇല്ലാതാക്കാം. നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫോറൻസിക് അക്കൗണ്ടൻസി നമ്മുടെ ഫേമിൽ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതാണ് അടുത്ത ഫോർത്ത് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അവോയ്ഡൻസ് ഓഫ് ലീഗൽ പ്രോബ്ലംസ്. ഓക്കെ, ഇനി ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസും കൂടി ഒന്ന് നോക്കാം. ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എല്ലാ ഏരിയ കൊണ്ടും ബെറ്റർ ആണെങ്കിലും ചില കേസുകൾ നോക്കുമ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ വർക്കിങ്ങിന് ഇറ്റ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. മനസ്സിലായോ? അപ്പോൾ റൂട്ടീൻ വർക്കുകളൊക്കെ അതിങ്ങനെ ഡിലേ ആയി പോകും. ഇറ്റ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം എന്നാണ് പറയണത് ഇത് അഡോപ്റ്റ് ചെയ്യാൻ. പിന്നെ ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. പിന്നെ ചെറിയ ഫേമുകൾക്കൊന്നും ഈ ഫോറൻസിക് അക്കൗണ്ടിങ് അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രാക്ടിങ് അഥവാ ഡിസ്റ്റർബിങ് ദ എംപ്ലോയീസ് റൂട്ടീൻ വർക്ക്. അതായത് എംപ്ലോയീസിൻ്റെ റൂട്ടീൻ വർക്കിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. കാരണം അവർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് നടക്കുന്ന കാരണം എംപ്ലോയീസിനെ വർക്കുകളെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ എഫക്റ്റ് എംപ്ലോയീസ് മൊറൽ. ഓക്കെ, ഒരു ഫോറൻസിക് അക്കൗണ്ടന്റ് ഓരോ എംപ്ലോയീസിനോടും കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് ആയതുകൊണ്ട് തന്നെ അത് എംപ്ലോയീസിന്റെ മൊറലിനെ ചിലപ്പോൾ ബാധിച്ചു എന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോറൻസിക് അക്കൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ വാട്ട് ഈസ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു, ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.